ഇന്റെ അമ്മ കഞ്ഞി വെക്കാൻ അരില്ലാന്ന് പറഞ്ഞിട്ട് പുറത്തു പോയിക്കാണ്. അതും രാത്രി 3 മണിക്ക്. അതും നമ്മൾ ഈ വീട്ടിൽ ഒറ്റക്കെട്ടിട്ടാ പോയത്. വെൽക്കം ടു ഹോം അലോൺ. അത് മാത്രല്ല നമ്മളോട് നമ്മളെ അമ്മ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടില്ലേ, മിണ്ടാതിരാ. നമ്മള് വീട്ടിക്ക് വരുന്ന ഒരാളും വിശ്വസിക്കാൻ പാടില്ല. നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമുള്ളൂ നമ്മളെ വീട്ടിക്ക് കയറ്റാൻ പാടുള്ളൂ എന്നുള്ളത്. കേട്ടോ, ഇപ്പൊ നമ്മള് പ്ലംബർ വന്നിട്ടുണ്ട്. ഈ പ്ലംബർ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. അതായത് നമ്മൾ എങ്ങനെ നോക്കണം എന്ന് വെച്ചാല് ആദ്യം നമുക്ക് ഈ ലാപ്ടോപ്പ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കണം. കണ്ടോ, ലാപ്ടോപ്പില് ഇയാള് എങ്ങനെയൊക്കെയാണ്, കണ്ടോ, ഇയാളടുത്ത് അയാളെ ടൂൾ ബോക്സ് ഉണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അയാൾക്ക് വലിയ പ്രശ്നമില്ലാന്ന് തോന്നണേ. ഓക്കെ, അയാൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഏട്ടാ ബാഗ് കയറിയിട്ട് പോണേ. താങ്ക് യു, ഐ വിൽ ബി ക്വിക്ക്. ഓക്കെ, നമുക്ക് ഇവനൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കാം. ഇവനെന്താ മൂൺ വാക്ക് ചെയ്യുന്നോ? ഓക്കെ, നമുക്ക് ഇവന്റെ ബാക്കിൽ തന്നെ പോയി നോക്കാം. ഇവൻ എന്താ ചെയ്യണെന്ന് നോക്കിയാലോ. അടാ വേഗം ഇവൻ അപ്പിടാനാണോ എന്റെ വീട്ടിൽ വന്നത്? പടച്ചൂടെ, എന്റെ അമ്മ പറഞ്ഞ ഞാൻ അടിക്കും. അറിയപ്പോടാ. ഓ, ഇവൻ നല്ല ആളേനുട്ടോ. ഓ ഓക്കെ, അളിയന് നല്ല ആളേനുട്ടോ. നമ്മൾ കരുതി വലിയ വേറെ എന്തെങ്കിലും ആൾക്കാരാണെന്ന്, അതായത് പിരാന്തം വല്ലതാണോ എന്ന് കരുതി. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ വീഡിയോ കാണാനൊക്കെ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചോളി. നമ്മൾ നല്ല ആൾക്കാരൊക്കെ എന്റെ വീട്ടിൽ കയറ്റും. നിങ്ങളും പോന്നോളി. നല്ലതാണോ എന്ന് നോക്കൂട്ടോ ഞാൻ. അവൻ പോയിട്ടുണ്ട്. ഇനി അടുത്ത ആളാരാന്ന് നോക്കി നോക്കാം. എന്റെ ഇവിടുന്ന് ഒരു ഒച്ചയൊക്കെ കേൾക്കണത്. ഇവനടുത്ത് പോകാൻ പറ്റുമോ? അവൻ നല്ലതല്ലേനോ, പിന്നെങ്ങനത്? അതെങ്ങനെ ശരിയായത്? ഓക്കെ, നെക്സ്റ്റ് ആള് വന്നിട്ടുണ്ട്. ഇതാരാ? നീ ഏതാ ഗൈസ്? ഇതാ ഞാൻ പറഞ്ഞത്, നല്ല ആൾക്കാരെ കയറ്റണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ കണ്ടില്ലേ, ഏതോ ഒരു ജന്തു വന്നത്. അതേപോലെ ഇവൻ ഏതാണെന്നൊന്ന് നോക്കി കേട്ടോ. ഇവൻ പറയുന്നത് നമ്മള് വീടിനടുത്ത് വെള്ളം നല്ല പോലെ ഒന്ന് പോകുന്നുണ്ട് എന്നാ പറഞ്ഞത്. പക്ഷെ നമ്മൾ എങ്ങനെ നോക്കാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ലാപ്ടോപ്പ് പോയി നോക്കടാ. വാ 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 വാ. അച്ഛങ്ങനെ നിൽക്കാനായിട്ട് എന്നെ പേടിയാണ്. ഒരു പ്ലംബറെ കയറ്റിട്ട് എന്നെ പേടിയായി എനിക്ക്. ഓക്കെ, ഇവന് കുഴപ്പമില്ല. നമ്മൾ നൈറ്റ് വിഷൻ ഒക്കെ ഓൺ ആക്കി നോക്കാം. എന്തെങ്കിലും അനോമലീസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം അറിയാലോ. എവിടെ ഡ്രൗൺ ആയി കിടക്കണത്? എവിടെ ഡ്രൗൺ ആയി കിടക്കണില്ലല്ലോ. ഇവനെ വിശ്വസിക്കാൻ പറ്റൂലടാ. അന്നെ എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾക്ക് ഇവനെ വിശ്വസിക്കാൻ പറ്റൂല സത്യമായിട്ടും. നിങ്ങൾക്ക് തോന്നണില്ലേ? അത്രേ ഉള്ളൂ മച്ചാനെ. ഓ പോയി ശല്യം പോ. എനിക്കൊരു പേടിണ്ട് ഇവനെ ഗൈസ്. അതേപോലെ നമ്മളെ അമ്മ അവിടെ കുറെ നമുക്ക് ടാസ്ക് തന്നിട്ടുണ്ട്. കണ്ടോ, മേക്ക് സം കോഫി. കോഫി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കോഫി ഉണ്ടാക്കുക? ഓ, ഇതാണ് കോഫി ബീൻസ്. ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇടണം എന്നാ തോന്നണേ. ഓക്കെ, മേക്ക് കോഫി, അഡ്ജസ്റ്റ് ദ ഹീറ്റ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തോന്നണേ. ഓ, നമ്മള് കോഫിന്റെ ഹീറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കോഫി ഉണ്ടാക്കേണ്ടത്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇതിന് അടുത്ത ആള് വന്നിട്ടുണ്ട്. ഒന്ന് പോയോക്കാ ഇതാരാന്നുള്ളത്. ചെറിയ കുട്ടി, നമുക്ക് പിന്നെ സഹായിക്കാം. വാ സഹിക്കാം. എടരപ്പോ വേഗം തുറക്കണ വാതില്. ഞാൻ വാതിൽ കൊടുക്കൂല. എന്റെ അമ്മ പേരിലൊന്നുമില്ല. അതല്ലപ്പോ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനാ. എടാ, ഇന്നാ നീ വാതിൽക്ക് കൂടെ പറഞ്ഞോ. ഇത് കൂടെ എനിക്ക് കേൾക്കാലോ. അതിനെ കാണാനും പറ്റണ്ടല്ലോ. പിന്നെ നമ്മളെ അടവ് നമ്മളെ അത് പ്രൈവറ്റാ. നിന്റെ വീട്ടിൽ കയറിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ്. എടാ, വേറെ വല്ല രീതിക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നിട്ടില്ല. തുടക്കത്തിൽ ഒരു ഇൻസ്ട്രക്ഷൻ തന്നതാ. മിണ്ടാതിരടാ കുട്ടിച്ചാത്താ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവനൊന്ന് നോക്കി നോക്കാം. ഒരാളും വിശ്വസിക്കാൻ പാടില്ല. നമുക്ക് ഈ ക്യാമറയിൽ കൂടെ നോക്കുമ്പോ ഒന്നും കാണാനൊന്നുമില്ല. ഓക്കെ, ഇവൻ എന്തായാലും നമുക്ക് തുറന്നു കൊടുക്കണോ? നമുക്ക് നോക്കിയോക്കല്ലോ. തുറന്നു കൊടുക്കണം ഇവനെ. ഓക്കെ, നമുക്ക് ഇവന് തുറന്നു കൊടുക്കാം. വാ. ഓ, ഇവൻ വൈഫൈ പാസ്വേഡ് ഒക്കെ ചോദിക്കണേ. കുട്ടിച്ചാ മിണ്ടായി തരാ തൊള്ള പൂട്ടെ. എടാ, എനിക്ക് ഇവനൊരു വിശ്വാസക്കുറവുണ്ട് കേട്ടോ. നമ്മളിപ്പോ ചെയ്യണ എന്താന്നാല് ഇതാണ് വൈഫൈ പാസ്വേഡ്. കണ്ടോ, ഇത് കൊണ്ടുപോയിട്ട് എനിക്ക് കൊടുക്കണം. പക്ഷെ അവൻ അവിടെ തന്നെ അല്ലേ? അവൻ അവിടെ ഉണ്ട് കേട്ടോ. അവന് വിശ്വസിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണേ. ഒന്ന് പോയി നോക്കാം. മുത്തേ എന്നാ പിടി. ഓ, യു ആർ എ ഹീറോ എന്നൊക്കെ പറഞ്ഞു. അടാ, ഇവൻ നല്ല ആളേനടാ. ഒന്ന് നോക്കി നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടുന്ന് ഒരു പ്രശ്നവും കാണുന്നില്ല. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നവും കാണുന്നില്ല. ഒന്നും കാണുന്നില്ല. മച്ചാനെ കിട്ടില്ല. അതേപോലെ ഗൈസ്, ഇവിടെ മേക്ക് സം കോഫി. അത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ കോഫി ഇപ്പൊ റെഡി ആക്കിയിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് നമ്മളെ മിഷൻ എന്താന്ന് വെച്ചാല് വാട്ടർ ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് വാട്ടർ ഒഴിച്ചു കൊടുക്കണം. പക്ഷെ വാട്ടർ എവിടെയാണ്? ഇവിടെ ഇതാക്കണ വാട്ടറിൻ്റെത്. പക്ഷെ ആള് വരുന്നില്ലല്ലോ. ഓ, വരുന്നുണ്ട്. ഇതിന്റെ അമ്മയാണോ? വലിയമാ, ഇത് വല്യമ്മന്നല്ലടാ. ഇതാരാ? എടാ, ഇവിടെ ഒരു പെണ്ണ് വന്നിട്ട് പറയാണേ ഓപ്പൺ ചെയ്യാന് പാർട്ടി ഉണ്ട് എന്നൊക്കെ. മാങ്ങ പൊടി അവിടുന്ന്. ഓളെ വിശ്വസിക്കാൻ പറ്റൂല. സത്യമായിട്ടും വിശ്വസിക്കാൻ പറ്റൂല. നമുക്ക് എന്തായാലും പ്ലാന്റ്സിനൊക്കെ ഒന്ന് വാട്ടർ ഒഴിച്ചു നോക്കാം. വാ. ഓക്കെ, ഇവിടുത്തെ പ്ലാന്റിനും വാട്ടർ ഒഴിക്കാം. ഇവള് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാർട്ടിക്ക് നമ്മൾ എന്തായാലും പോണില്ലല്ലോ. ഓള് നമുക്ക് എന്തായാലും ലൈറ്റ് ഓഫ് ആക്കാം. പൊക്കോ. എനിക്ക് പാർട്ടിക്കൊന്നും പോകണ്ട. എന്റെ അമ്മ നല്ല അമ്മയാണ്. അതുകൊണ്ട് ഇന്ന പാർട്ടിക്കൊന്നും പോടൂല. പൊക്കോ. പിന്നെ
ഓള് പാർട്ടിക്ക് അഡ്രസ് തരാന്ന് പറഞ്ഞാണ്ട് ഇവിടെ വന്നിട്ട് ഇന്റെ പേരന്റെ ഉള്ളിൽ കയറി ഇഞ്ഞ പേടിപ്പിച്ചല്ലതാ. നേരത്തെ കണ്ടില്ലേ പ്ലംബർ പേടിപ്പിച്ചത്? പ്ലംബർ നല്ലതല്ലേനടാ, നമുക്കത് അറിയില്ലേനു. സോ നമുക്ക് എന്തായാലും നമ്മളെ മിഷൻസ് ചെയ്യാം. മിഷൻസ് ചെയ്ത് കഴിഞ്ഞാല് പെട്ടെന്ന് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നണേ. വാ 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 എല്ലാ പ്ലാന്റ്സിനും ഇപ്പൊ നമ്മൾ 3 പ്ലാന്റ്സിന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ ഈ പ്ലാന്റിന് ഓക്കെ ഈ പ്ലാന്റിന് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഈ പ്ലാന്റിന് വല്ലതുണ്ടോ നോക്കി നോക്കട്ടോ. എടാ ഇവിടെയൊക്കെ നോക്കിച്ച് ഇതൊക്കെ ആകെ ചാളി വാരി പൊത്തിക്കണ്. ഇതൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. വാതിൽ മുട്ടൽ തുടങ്ങി. ഓക്കെ ഗൈസ് നെക്സ്റ്റ് ആള് വന്നിട്ടുണ്ട്. എടാ ഇതേതാ കുട്ടി? എന്താ പറ്റി? ഐ ഗോട്ട് ലോസ്റ്റ് വാക്കിംഗ് ഹോം. അതായത് കുട്ടി നടന്നു പോകുന്നതിന്റെ ഇടയിൽ പെര മിസ്സായിന്ന്. അവർക്ക് ഇന്റെ പേര് അപ്പുറത്ത് ഇത്ര കാര്യം പെരണ്ട് കണ്ടോ. എന്തിനാന്ന് പോലും എണീറ്റ് പോടാ. നീ വീട്ടിൽ തന്നെ വരണ്ട. പൊക്കോ. എന്റെ അമ്മ ഗൈസ് ഇതെന്ത് ഗെയിമാണത്? അനോമലി കണ്ടുപിടിച്ച ഗെയിമാണ്. പക്ഷെ ഈ ഗെയിം കുറച്ച് സീനാട്ടോ. ഓക്കെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് പ്ലാന്റ്സിനൊക്കെ ഒന്ന് വാട്ടർ ഒഴിക്കാം. വേറെ ഏതെങ്കിലും പ്ലാന്റ്സ് ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും? ഇതിന്റെ ഉള്ളിൽ വല്ല പ്ലാന്റ്സ് ഉണ്ടോ എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിലുണ്ടാ. ഓക്കെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ ലാസ്റ്റത്തെ ഒന്നും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഗൈസ് 2 മിഷൻ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇല്ലേ? 2 മിഷൻ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അയ്യോ നെക്സ്റ്റ് ആൾ വന്നതാ. നെക്സ്റ്റ് ആൾ വന്നു. ഇവനൊന്നും വിശ്വസിക്കാൻ പോലും പറ്റൂല ഗൈസ്. ഇവൻ പറയുന്നത് എസ്കേപ്ഡ് ഏലിയനെ കുറിച്ചാണ്. കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഏലിയനെ കുറിച്ച് മനസ്സിലാക്കാനാണ് ഈ ചെങ്ങായി വന്നിട്ടുള്ളത്. അതും ജമ്മ പോയപ്പോ എനിക്കൊന്നും ഉറക്കൊന്നുമില്ലടാ. കണ്ണട പൊട്ടാ ഗൈസ് നമ്മൾ തുറക്കൂല. മിണ്ടാതില്ലടാ. ഞാൻ അത് ലൈറ്റ് ഒക്കെ ഒന്ന് നോക്കട്ടെ. ഇവൻ ഏലിയനാണ് കണ്ടോ. എന്റെ മോനെ ഇതാ പറഞ്ഞ ഗൈസ്. എടാ കള്ള കണ്ണട പൊട്ടാ. വാതിലടക്ക് പോട്ടോ പോട്ടെ 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 പോടാ ഭ്രാന്താ. എന്റെ മോനെ ഗൈസ് കണ്ടോ ഈ ഗെയിം കൊള്ളാട്ടോ. നൈസ് നൈസ് നൈസ്. നമുക്ക് അങ്ങനെ $36 കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്താ ക്ലീൻ പാരന്റ്സ് റൂം. ഓക്കെ പാരന്റ്സ് റൂം ആണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത്. ക്ലോത്ത്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ക്ലോത്ത് നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കുന്നാണ് നമ്മൾ നോക്കണത്. പക്ഷെ ഇത് നോക്കാം. ഇതിന്റെ ഉള്ളിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടല്ലേ. നമുക്ക് ഇതൊന്ന് ക്ലീൻ ആക്കാം. മിണ്ടാതിരടാ ഇപ്പൊ വരാം. ഈ ചെങ്ങായിനൊന്ന് നോക്കി നോക്കട്ടോ. ഇവൻ ചിലപ്പോ അല്ലെങ്കിൽ കയറും. നമ്മളെ കാണാതെ നമ്മൾ ഈ വാതിലുള്ളിൽ കയറിയല്ലോ. ഇവനെ കണ്ടിട്ട് തന്നെ എന്തോ ഒരു പന്തികേട്ടുണ്ട്. ഓക്കെ ഇവൻ തിന്നിട്ട് കുറെ ദിവസമായി എന്നാ പറയുന്നത് ഫുഡൊക്കെ. നമുക്ക് ഇവനെ കയറ്റണോ? ആദ്യം നമുക്ക് എപ്പോഴും ചെക്ക് ചെയ്യണത് മസ്റ്റാടാ. എനിക്ക് തന്നെ ഒരു വിശ്വാസമില്ല ഗൈസ്. പാവപ്പെട്ട ആളല്ലേ, ഫുഡല്ലേ, നമ്മൾ എന്തായാലും തുറന്നു കൊടുക്കാം. അല്ലെ ആ ഫുഡ് കഴിച്ചിട്ട് വേഗം പോണേ. ഫുഡ് കഴിച്ചിട്ട് വേഗം പോണേ. നമ്മൾ കൊടുത്താൽ മതി എന്നാ തോന്നണത്. ഞാൻ പേടിച്ചു പോയി. ഫുഡ് തിന്നിട്ട് കഴിച്ച് വാതിടക്ക്. ഓക്കെ താങ്ക് യു മച്ചാനെ. ഗൈസ് ഇത് റെഡി ആയിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ പൈസ കൂടുണ്ടോക്കാം. ഇവിടെ പൈസ കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയാണെന്നാണ് അർത്ഥം. പൈസ കുറഞ്ഞാൽ എന്താകുക? തെറ്റാണെന്നാണോ? പൈസ കൂടി ശരിയാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഉമ്മാന്റെ റൂം ഒന്ന് ക്ലീൻ ആക്കാം. ഇത് സിമ്പിൾ ആട്ടോ. ഗെയിം സിമ്പിൾ ആണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിട്ട് വേണം ചെയ്യാനും വേണ്ടി. ഓക്കെ നെക്സ്റ്റ് ആള് വന്നിട്ടുണ്ട്. എടാ നിക്കടാ ഞാനിതൊന്ന് ക്ലീൻ ആക്കട്ടെ. എന്റെ അമ്മ പറഞ്ഞതാ. ഓക്കെ ഗൈസ് അങ്ങനെ ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഡോണ്ട് ഇഗ്നോർ മീ ഐ കാൻ സീ യു നോ. ഇതാരാ? നീ ഏതാടി? ഒരു പെണ്ണുമ്പിള്ള വന്നിട്ടുണ്ട്. അത് തടിച്ചിട്ട് ഇത്ര വണ്ണുള്ളത്. ഇവൾക്ക് എന്താ പറയണ്ടെന്ന് വെച്ചോക്കണേ. എന്താ എനിക്ക് പ്രശ്നം? ഓക്കെ ഇവള് പറയുന്ന എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ക്യാമറ ഇല്ലേ നേരെ അവള് വീട്ടിലേക്കാണ് പോണത്. അതൊന്ന് മാറ്റി പിടിച്ചണം. എനിക്ക് അതിനെ കുറിച്ചൊന്ന് പറയാനുണ്ട് എന്നാ പറഞ്ഞത്. ഒന്ന് പോടി ഞാനൊന്ന് നോക്കട്ടെ ഇജി പറയുന്നത് ശരിയാണോ എന്നുള്ളത്. ഓക്കെ നമുക്ക് എന്തായാലും ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ അപ്പുറത്ത് ഈ പെരക്കാരത്തിയാണ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ആരെങ്കിലും ഈ ക്യാമറ അങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞാണ്ട് വരുമോ? ഓക്കെ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ. പിന്നെന്തിനാ ഇവൾക്ക് ഇത്ര ഇത്? ഓക്കെ അവൾ അങ്ങനെ പോയിട്ടുണ്ട്. ഇത് ഇവിടെ പൈസ കുറയാണെങ്കിൽ നമുക്ക് നോക്കാട്ടോ. പൈസ കുറയാണെങ്കിൽ അത് തെറ്റാന്നാ എനിക്ക് തോന്നണേ. ഗൈസ് അവൾക്ക് കുഴപ്പമൊന്നുമില്ലേനടാ. അവൾക്ക് കുഴപ്പമൊന്നുമില്ലേനു. ഇതൊക്കെ ആരാണ്? ഓക്കെ പുതിയ ഒരു ജാക്കി ചാന്റെ പോലത്തെ ഒരു ചെങ്ങായി വന്നിട്ടുണ്ട്. ഓന് ചായ ഉണ്ടാക്കാൻ ഈ കിച്ചൺ ഒന്ന് യൂസ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കണ്ടേ ഗൈസ്. നിങ്ങൾ ഇതേപോലെ ഒറ്റക്ക് നിന്നിക്കണോ വീട്ടിലൊക്കെ? ഞാനിപ്പോ ഒറ്റക്കാണ് ഇത് കളിക്കണത്. അതുകൊണ്ട് എനിക്കൊരു ചെറിയ എനിക്ക് പേടിയാവാൻ പാടില്ലടാ. നമുക്ക് എന്തായാലും ഇല്ലേ അടുത്തത് നമുക്ക് പിയാനോ പ്രാക്ടീസ് ചെയ്യാനാ പറഞ്ഞത്. ഇതാണ് പ്രാക്ടീസ് ചെയ്യാം. ഒന്ന് കേക്കുണ്ടോ? ഓന് കുറച്ച് പാട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഓക്കെ അങ്ങനെ അതിന്റെ പ്രാക്ടീസും നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവൻ എന്താ ചെയ്യേണ്ടത്? ഇവ ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ മനസ്സിലാ? തുറന്നു കൊടുക്കാം. അയ്യോ എടാ ഇവനെ നമ്മള് അവൻ തെറ്റായിരുന്നു. ഇവൻ മൊത്തം നാശാക്കി. മൊത്തത്തില് നാശാക്കി. നമ്മള് ചെക്ക് ചെയ്തില്ല. ശരിയാ നമ്മള് മൊത്തത്തില് ചെക്ക് ചെയ്തില്ല. കണ്ടോ ഇതൊക്കെ ആരാ? വയസ്സെന്താ?
ഇവനും ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലടാ. നേരത്തെ ക്യാമറ കണ്ടത്, നേരത്തെ വന്നിട്ടില്ല ഒരു പെണ്ണുപിള്ള നമ്മളെ ക്യാമറ വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവളത് കുത്തിപ്പൊട്ടിച്ചതാണ് പ്രശ്നം, മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇതൊക്കെ ക്ലീൻ ആക്കണോ? ഇതൊക്കെ എങ്ങനെ ക്ലീൻ ആക്കാന്നുള്ളത് എനിക്ക് അറിയില്ല. വാഷ് ദ ബാത്റൂം ഫസ്റ്റ് മിഷൻ. നമുക്ക് എന്തായാലും വാഷ്റൂം വാഷ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ല, ബാത്റൂം വാഷ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇങ്ങനെയാണോ വാഷ് ചെയ്യേണ്ടത്? ഇതെന്താ? ഓക്കെ, അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇതാരാ? നെക്സ്റ്റ് ആള് വന്നല്ലോ. ഇതാരും നോക്ക് ഗൈസ്. പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്താ ഇന്റെ വീട്ടിൽ വന്നിട്ട് കാര്യം? ഓക്കെ, ഇവന് പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാൻ വാട്ടർ വേണമെന്ന്. നമുക്കൊന്ന് മൊത്തത്തിൽ ഇവനൊന്ന് ചെക്ക് ചെയ്യാം. ഇവന് ഒരാളും വിശ്വസിക്കാൻ പറ്റൂല. ആ പെണ്ണുമ്പോൾ ക്യാമറ നാശാക്കി വിട്ടിട്ടുണ്ട് തേങ്ങ. എടാ, ഇവന് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് രാത്രി എന്തിനാ ഇവന് പ്രോട്ടീൻ ഷേക്ക്? ഇവനെ നമ്മൾ തുറന്നു കൊടുക്കണോ? ഇവന് എനിക്ക് വിശ്വാസമില്ല. കണ്ടോ, ഇവനെ കണ്ടിട്ട് തന്നെ നമുക്ക് എന്തൊക്കെ ഒരു പിരാന്തന്റെ മാതിരി ഇല്ലേ? ഉള്ള കാര്യം പറയാലോ. പോട്ടെ, പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ആള് വന്നിട്ടുണ്ട്. ഇതും ഏതോ ഒരു ചെറിയ കുട്ടിയാണ്. ഇവൻ എന്താ പ്രശ്നം നോക്കട്ടെ. ഈ ചെറിയ ചെറുക്കം സ്ട്രീം ചെയ്യാന്നാ പറയണത്. പക്ഷെ ഇവന് നീളമില്ല, കുട്ടികളെ മോന്തിയാണ്. പക്ഷെ സൗണ്ട് കണ്ടോ, വലിയ തന്താര സൗണ്ട്. പിന്നെ സാലെ വിശ്വസിക്കാൻ പാടില്ല. ഇവന് വിശ്വസിക്കാൻ പാടില്ല. ഞാനുള്ള കാര്യം പറയല്ലോ, ഇവന് വിശ്വസിക്കാൻ പാടില്ല. പോടാ, നീ കണ്ടോ നേരത്തെ ജിമ്മനെ പറഞ്ഞുകൊണ്ട് നമുക്ക് $78 കിട്ടിയിട്ടുണ്ട്. ഇവനെ പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും നോക്കി കേട്ടോ. ഇവനെ കണ്ടിട്ട് തന്നെ എന്തോ അനോമലി പോലെയാണ് എനിക്ക് തോന്നിയത്. എത്ര കിട്ടുണ്ടോ നോക്കി നോക്കാം. എടാ, അവന് കുഴപ്പമൊന്നുമില്ലടാ. നമുക്ക് പൈസ കൂടിയതൊന്നുമില്ല. ഓക്കെ, അതിന്റെ മുന്നേ നമുക്ക് നമ്മളെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാനാ പറഞ്ഞത്. നമ്മളെ റൂം നമ്മൾ ഇതുവരെ ക്ലീൻ ആക്കിയിട്ടില്ല. ഓക്കെ, എല്ലാ സാധനങ്ങളും എടുത്തിട്ടോ. ഓക്കെ, എല്ലാം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതേപോലെ പുതിയ ആള് വന്നിട്ടുണ്ട്. മിണ്ടാതിരടാ. ഇവന് വിശ്വസിക്കാൻ പറ്റൂല. ഇവന് പിന്നെന്താ? എനിക്ക് അനങ്ങാൻ പറ്റണില്ലല്ലോ. ഞാൻ പേടിച്ചു പോയി. ഓക്കെ, ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. കണ്ടോ, എന്റെ അളിയോ, എന്റെ കിളി പോയി. ഓക്കെ, നമുക്ക് ഡോളർ കിട്ടുകയും ചെയ്തു. $81 കിട്ടി. അവന് അനോമലി ഉണ്ടേനു. അളിയെ ഞാൻ പേടിപ്പിച്ചു വയസ്സ്. ഓക്കെ, നെക്സ്റ്റ് ആള് വന്നിട്ടുണ്ട്. ഇവളോട് കൂടി എന്താന്നൊന്ന് ചോദിച്ചേക്കാം. ഇവൾക്ക് ഫീലിംഗ് ഗ്രേറ്റ് അല്ലാന്ന്. ഇവള് റെസ്റ്റ് ചെയ്യാന് ആണ് ചോദിക്കണത്. അതും നമ്മളെ ബെഡില്. എടാ, എനിക്ക് വിശ്വാസമില്ലടാ ഇങ്ങനത്തെ പോലെ. നമുക്ക് എങ്ങനെ ഇവരെ നോക്കുക? ഇവരെങ്ങനെ അനോമലി അല്ലാന്ന് നോക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് കണ്ടോ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് ഇവൾക്ക് തുറന്നു കൊടുക്കണോ? തുറന്നു കൊടുക്കണ്ടേ? എനിക്കറിയില്ല. ഓക്കെ, തുറന്നു കൊടുത്തോക്കാം. താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറയണ്ടേ. പെണ്ണുപിള്ളേ, ഇങ്ങോട്ട് വരില്ലേ? ഇതെന്താ അങ്ങനെ നിക്കണേ? പോക്കോ. റൂം അതാണ് ഇവിടെ കിടക്കണത്. പോയോ ഗൈസ്? അവള് പോയി എന്നാ എനിക്ക് തോന്നണത്. എനിക്കറിയില്ല, നമുക്കൊന്ന് പോയോക്കാം. ഇതിന് എനിക്ക് വിശ്വാസമില്ലടാ. ആ റൂമിൽ എന്തോ ഓള് കുഴിച്ചിട്ടുണ്ട്. കണ്ടോ. ലോഡ് ബെറ്റർ നൗ. ഓക്കെ, നമുക്ക് പൈസ കിട്ടിയോ? ഇല്ലടാ. അല്ല, പൈസ കിട്ടി. 91 ആയില്ലേ? ഗൈസ്, ഞാനൊന്ന് പേടിച്ചു പോയിട്ടോ. $91 കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഇനി വെറും 6 മണിക്ക് വരും എന്നല്ലേ പറഞ്ഞത്. ഇനി വെറും ഒരാൾക്കും കൂടി ഉള്ള ചാൻസ് ഉള്ളൂ. വേഗം വാ, ലെറ്റ്സ് ഗോ. ഏതോ ഒരു പെരിച്ചായി വന്നിട്ടുണ്ട്. എന്താ? വേഗം പറ. I'm stuck on question 7. Can you open the door so we can compare what we have? ഇത് നമ്മളെ ഫ്രണ്ടാണ് വന്നിട്ടുള്ളത്. അവന് മാത്സ് ക്വസ്റ്റ്യന് ഹോംവർക്കും ചെയ്തിട്ടില്ല. സോ നമ്മൾ അവനായിട്ട് കമ്പൈൻ ആയിട്ട് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ എനിക്ക് വിശ്വാസമില്ലടാ ഇവനെ എനിക്ക് വിശ്വാസമില്ല. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവന് നമുക്ക് തുറന്നു കൊടുക്കണോ? എനിക്ക് വിശ്വാസമില്ല ഇവനെ. കാരണം ഇവൻ എന്റെ ഫ്രണ്ട് ആണെന്ന് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല. എങ്ങനെ ഇത് ഇവനെ മനസ്സിലാക്കുക? ഓക്കെ, നമുക്ക് റോബോക്സ് കൊടുത്തിട്ട് ഡിറ്റക്ട് ചെയ്യണത് എങ്ങനെയാന്ന് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് ഒന്ന് ഡിറ്റക്ട് ചെയ്ത് നോക്കാം. ഇവന് കുഴപ്പമൊന്നുമില്ലടാ. കണ്ടോ. ശരിയാടാ, ഇവന് കുഴപ്പമൊന്നുമില്ലേനോ? കണ്ടോ, ഇവന് കുഴപ്പമില്ലേനടാ. നമ്മളത് ചെക്ക്. അങ്ങനെയാണല്ലേ? നല്ല റിസ്ക് ആണ് ഇതിൽ കണ്ടുപിടിക്കാൻ. ഇത് നമ്മളെ ഫ്രണ്ടാണ്. ഹോംവർക്കിന്റെ ഉത്തരം പറയാനും വേണ്ടി വന്നതാണ്. സോ നമുക്ക് 10 രൂപ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇമ്മ വന്നു. 6 മണിയായി. ഇമ്മ വന്നു. ഓക്കെ, 160 101 റുപ്യ നമ്മൾ കളക്ട് ചെയ്തു. നൈസ് ഗെയിം കേട്ടോ. കൊള്ളാം. ഓക്കെ ഗൈസ്, ഈ ഗെയിം കുറച്ച് നൈസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഹൊറർ ഗെയിം ഒക്കെ ഇപ്പൊ ട്രൈ ചെയ്യണുള്ളൂ. നിങ്ങൾക്ക് ഇനിയും ഹൊറർ ഗെയിംസ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ബൈ.